എല്ലാ മാന്യ പ്രേക്ഷകർക്കും സയൻസ് അപ്ഡേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാം കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിന്റെ ആവിർഭാവത്തെക്കുറിച്ചും വികാസ പരിണാമത്തെക്കുറിച്ചും അന്ത്യാവസ്ഥയെക്കുറിച്ചുമാണ്. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് വിവിധങ്ങളായ സിദ്ധാന്തങ്ങൾ നിലവിലുണ്ടല്ലോ. അതിൽ കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള സിദ്ധാന്തം ഏതാണ്? നല്ലൊരു ചോദ്യമാണ് താങ്കൾ ഉന്നയിച്ചത്. പ്രപഞ്ചോൽപത്തിയെ സംബന്ധിച്ച് പല സിദ്ധാന്തങ്ങളും ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ബിഗ് ബാങ്കിലൂടെയാണ് പ്രപഞ്ചം ആവിർഭവിച്ചത് എന്ന സിദ്ധാന്തമാണ് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ബിഗ് ബാങ് എന്നത് വെറും ഒരു സ്ഫോടനമല്ല, മറിച്ച് പ്രപഞ്ചം തന്നെയായ സ്ഥലകാലത്തിന്റെ വികാസത്തിന്റെ ആവിർഭാവമായിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത്. 1380 കോടി വർഷം മുൻപ് നടന്ന ബിഗ് ബാങ് എന്ന പ്രതിഭാസത്തോടെയാണ് പ്രപഞ്ചം ആരംഭിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതിനു മുൻപ് ആവിർഭവിച്ച പ്രപഞ്ച വസ്തുക്കളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ കാലഗണന ശരിയാകുന്നത്? ഇത് തികച്ചും റീസണബിൾ ആയിട്ടുള്ള ഒരു സംശയമാണ്. പ്രപഞ്ചത്തിന്റെ പ്രായം 1380 കോടി വർഷമല്ല. അതിനു മുൻപും പ്രപഞ്ചം ഉണ്ടായിരുന്നുവെന്ന് ഇങ്ങനെയുള്ള പ്രപഞ്ച വസ്തുക്കളെ കണ്ടെത്തുന്നതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചം എറ്റേണലാണ്. പ്രപഞ്ചത്തിന് ആരംഭമോ അവസാനമോ. പ്രപഞ്ചം എക്കാലവും ഉണ്ടായിരുന്നു, എക്കാലവും ഉണ്ടായിരിക്കുകയും ചെയ്യും. ബിഗ് ബാങ് ഉൾപ്പെടെയുള്ള പ്രപഞ്ച പ്രതിഭാസങ്ങൾക്കാണ് ആരംഭവും അവസാനവും ഉള്ളത്. പ്രപഞ്ചത്തിലെ ഒരു പ്രത്യേക പ്രദേശത്തുള്ള, അതായത് 9300 കോടി പ്രകാശവർഷം വിസ്തൃതിക്കുള്ളിലുള്ള ഒരു പ്രദേശത്തെ ടോട്ടൽ ഊർജവും മാറ്ററും സിംഗുലാരിറ്റി എന്ന അളക്കാനാകാത്ത സാന്ദ്രതയുള്ള ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കപ്പെടുകയും 1380 കോടി വർഷം മുൻപ് ഒരു മഹാവിസ്ഫോടനത്തോടെ ഇന്ന് നാം കാണുന്ന പ്രപഞ്ചത്തിന് ആരംഭം കുറിക്കുകയാണ്. അങ്ങനെ ആരംഭം കുറിച്ച പ്രപഞ്ചം അനുസ്യൂതം വികസിക്കുകയും കോടാനുകോടി വർഷങ്ങളുടെ അവസാനം ചുരുങ്ങി ആരംഭത്തിലെന്ന പോലെ സമസ്ത വസ്തുക്കളും ഊർജവും മാറ്ററും സിംഗുലാരിറ്റി എന്ന ഒരു ബിന്ദുവിൽ ആവർത്തിച്ച് കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിന് മാത്തമാറ്റിക്കൽ ബേസോ ശാസ്ത്രീയമായ തെളിവോ ലഭ്യമാണോ? ഇല്ല. ഈ പ്രതിഭാസത്തെ തെളിയിക്കാൻ ഇന്ന് നിലവിലുള്ള സാങ്കേതിക വിദ്യ അപര്യാപ്തമാണ്. എങ്കിലും ഇതിനെ സംബന്ധിച്ച് നോബൽ ജേതാവായ റോജർ പെൻറോസ് എന്ന സയന്റിസ്റ്റ് ആവിഷ്കരിച്ച ഹൈപ്പോത്തിസിസ് പ്രസക്തമാണ്. ഈ ഹൈപ്പോത്തിസിസിനെ കൺഫോർമൽ സൈക്ലിക് കോസ്മോളജി എന്നാണ് വിളിക്കുന്നത്. ഇതിനു മുൻപുണ്ടായിരുന്ന പ്രപഞ്ചത്തിന്റെ അവസാന ഭാഗത്തു നിന്നും ബിഗ് ബാങ്കിലൂടെ പ്രപഞ്ചം ആരംഭിക്കുകയും വികസിക്കുകയും ആരംഭത്തിൽ എന്ന പോലെ സിംഗുലാരിറ്റി എന്ന അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇത് ആവർത്തിച്ച് സംഭവിക്കുന്ന പ്രതിഭാസമായതിനാലാണ് പെൻറോസ് ഇതിനെ സൈക്ലിക് കോസ്മോളജി എന്ന് വിളിച്ചത്. ഇങ്ങനെയുള്ള വേറെയും അനവധി പ്രപഞ്ച രൂപങ്ങൾ മറ്റു മേഖലയിലും ഉണ്ടാകാം. ഇവയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയോ ശാസ്ത്രീയമായിട്ടുള്ള അറിവോ ഇന്ന് മനുഷ്യന്റെ കൈവശമില്ല. അതിരുകളില്ലാത്ത ഈ പ്രപഞ്ചത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്താണ് ബിഗ് ബാങ് നടന്നത്. മറ്റ് ഭാഗങ്ങളിലും ഇതുപോലുള്ള ബിഗ് ബാങ്ങുകളിലൂടെ അനേകം പ്രപഞ്ച രൂപങ്ങൾ ആവിർഭവിക്കുകയും അവസാനിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. അതാണ് കൺഫോർമൽ സൈക്കിൾ കോസ്മോളജി എന്ന ഹൈപ്പോത്തിസിസ് വിഭാവനം ചെയ്യുന്നത്. ഓക്കെ, വീണ്ടും കാണാം.